ഡൽഹിയിൽ ജനങ്ങൾ നാളെ വിധിയെഴുതുകയാണ്. നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് നാളെയാണ്. ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. 70 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. BJPയും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും നേർക്കുനേർ മത്സരിക്കുന്ന ഡൽഹിയിൽ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. വോട്ടെണ്ണൽ ഫെബ്രുവരി 8-നാണ് നടക്കുക. രാജ്യതലസ്ഥാനത്തിന്റെ വിധിയെഴുതാൻ വോട്ടർമാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അരവിന്ദ് കെജ്രിവാൾ എന്നിവർ അണിനിരന്ന തീവ്ര പ്രചരണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. 70 അംഗ അസംബ്ലിയിൽ 62 സീറ്റ് നേടിയാണ് കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയത്. ഭരണ തുടർച്ച ആം ആദ്മി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് MLA-മാർ രാജിവെച്ച് BJP പാളയത്തിലേക്ക് പോയത് പാർട്ടിക്കുള്ളിൽ വലിയ ആശങ്കയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ചരിത്രപരമായ വിജയത്തിലൂടെ AAP തിരിച്ചെത്തുമെന്ന് പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പ്രചാരണത്തിന്റെ അവസാന ദിവസം BJPക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് പുറമെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചും AAP രംഗത്തെത്തി. അതേസമയം കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് ഗുണം ചെയ്യുമെന്നാണ് BJP വിലയിരുത്തുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ലഭിക്കാത്ത കോൺഗ്രസ് മികച്ച വിജയം ലക്ഷ്യമിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. ബജറ്റും നികുതിയിളവും ഡൽഹിയിലെ മലിനീകരണവും ഉൾപ്പെടെയുള്ളവ ഇത്തവണ ചർച്ചാ വിഷയമായി. അതേസമയം രാജ്യതലസ്ഥാനത്തെ സമാധാനപരമായ തെരഞ്ഞെടുപ്പിന് വേണ്ടി 42,000 പോലീസുകാരെയും 660 ഫ്ലൈയിംഗ് സ്ക്വാഡുകളെയുമാണ് കേന്ദ്രം നിയോഗിച്ചിരിക്കുന്നത്. സുരക്ഷയ്ക്കായി 220-ലധികം കമ്പനി കേന്ദ്രസേനയെയും നിയോഗിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പ് സമയത്ത് എക്സിറ്റ് പോളുകൾ പുറത്തുവിടുന്നത് നിരോധിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് ആകെ 13,033 ബൂത്തുകളിലായി 1,55,00,000 വോട്ടർമാരാണ് ഡൽഹിയിലുള്ളത്. ന്യൂസ് ഡെസ്ക്, അമൃത TV.